നമസ്കാരം കേട്ടാ. നമ്മുടെ രാജ്യത്തെ ഒറ്റുകൊടുത്തുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ കൊലക്കി കൊടുത്തുകൊണ്ട് ഏത് വിധേയനെയും അധികാരം പിടിക്കണമെന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ, അതായത് പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകളുടെ ചിന്താഗതിയാണ് അവരെ ഇന്നും പിന്നോട്ടടിക്കുന്നത്. അവർ ഈ രാജ്യത്തിനെതിരെ അധികാരം പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് RVS മണി എന്ന് പറയുന്ന മുമ്പ് UPA കോൺഗ്രസ് പാർട്ടി ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ആഭ്യന്തര അണ്ടർ സെക്രട്ടറി ആയിരുന്ന ശ്രീമാൻ RVS മണി, ആ RVS മണിയുടെ വെളിപ്പെടുത്തലുകളാണ് പുറത്തു വന്നത്. കോൺഗ്രസും സോണിയാഗാന്ധിയും പാകിസ്ഥാന്റെ ISI എന്ന ചാര സംഘടനയും ISI എന്ന തീവ്രവാദ സംഘടനയും ചേർന്ന് നടത്തിയിട്ടുള്ള ഗൂഢാലോചനയുടെ ഫലമാണ് മുംബൈ ഭീകരാക്രമണമെന്ന് അദ്ദേഹം വെളിപ്പെടുത്തുകയുണ്ടായി. ഇതിവിടെ ചർച്ച ചെയ്യാൻ കേരളത്തിലെ ഒരു മാധ്യമങ്ങൾക്കും സമയമില്ല, സൗകര്യമില്ലായിരുന്നു. നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ കൊലയ്ക്ക് കൊടുത്താലും അധികാരം പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിയെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നിട്ടും ഈ മാധ്യമങ്ങൾ ഇത് ചർച്ച ചെയ്യാൻ തയ്യാറായില്ല. RVS മണി എന്ന് പറയുന്ന അദ്ദേഹം NIAക്ക് മൊഴി കൊടുത്ത് എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കിയതിനു ശേഷം പുറത്തു വരികയും അത് കേരളത്തിലെ ജനം TV എന്ന മാധ്യമങ്ങളോട് അന്ന് നടന്ന സംഭവങ്ങളെക്കുറിച്ച് വിശദമായിട്ട് പറയുകയും ചെയ്തു. മുംബൈ ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത തീവ്രവാദികൾ വന്നത് കടൽ മാർഗമാണ്. കടൽ മാർഗം ഇന്ത്യയിൽ എത്തിയതിനു ശേഷം അവരോട് ചരട് കെട്ടാൻ പറഞ്ഞു. അതായത് ഈ തീവ്രവാദം ഇവിടെ നടത്തിയത് ഹിന്ദുക്കളാണ്, ഹിന്ദു തീവ്രവാദികളാണെന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയുള്ള ആസൂത്രിത ഗൂഢാലോചനയാണ് സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത്. ISI എന്ന പാകിസ്ഥാൻ ചാര സംഘടന, തീവ്രവാദ സംഘടനയും ചേർന്ന് ഇവിടെ നടത്തിയിട്ടുള്ളത് എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണ് അദ്ദേഹം NIA ഏജൻസികൾക്ക് കൊടുത്തത്. മാത്രവുമല്ല, ഈ ബോംബ് സ്ഫോടനം നടന്ന സ്ഥലത്ത് NSG കമാൻഡോകളെ വൈകിപ്പിച്ചത് 2 മണിക്കൂറോളം ഈ അപകട സ്ഥലത്തേക്ക് എത്താൻ ഈ കമാൻഡോകളെ വൈകിപ്പിച്ചത് മനഃപൂർവ്വമാണെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. പരമാവധി ആളുകൾ കൊല്ലപ്പെടുക, അതായിരുന്നു ഈ മുംബൈ ഭീകരാക്രമണത്തിന്റെ ലക്ഷ്യം. ഹിന്ദു തീവ്രവാദം എന്ന് ചർച്ച തുടങ്ങിയത് തന്നെ അന്നത്തെ മുംബൈ ഭീകരാക്രമണ സംഭവത്തിന് ശേഷമാണ്. അപ്പൊ ഇതെല്ലാം ആസൂത്രിത ഗൂഢനീക്കമാണെന്ന് തന്നെ അദ്ദേഹം കേന്ദ്രത്തിലെ അന്വേഷണ ഏജൻസികളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിനെയൊക്കെ മറച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കോൺഗ്രസ് പെട്ടെന്ന് തന്നെ പൊടുന്നനെ ഒരു പാറ്റാ സമരത്തിൽ പങ്കാളികളായത്. മലപ്പുറത്ത് നിന്ന് ഒരു മുസ്ലിം ലീഗിന്റെ കേന്ദ്രമന്ത്രി ഉണ്ടായിരുന്നു, ഈ അഹമ്മദ് ISIയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നതുമാണ് ശ്രീമാൻ RVS മണി വെളിപ്പെടുത്തിയിട്ടുള്ളതാണ്. അങ്ങനെയെങ്കിൽ അതിൽ ആ ഗൂഢാലോചനയിൽ ഉൾപ്പെട്ട ഈ രാജ്യദ്രോഹപരമായ കാര്യങ്ങൾ ചെയ്ത ഇവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ വേണം, തക്കതായ ശിക്ഷ കൊടുക്കുക തന്നെ വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.